ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കോളിഫ്ലവർ ഉപയോഗിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രൈ തയ്യാറാക്കിയെടുത്താലോ. നമുക്കിതൊരു സ്നാക്സ് ആയിട്ട് മാത്രമല്ല, നമുക്ക് ചോറിൻ്റെ കൂടിയാണെങ്കിലും അതേപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടിയാണെങ്കിലും ഒക്കെ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിതിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ വാങ്ങേണ്ടി വരുന്നില്ല. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ വിനെഗറും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. അതായത് ഇതേപോലെ തണ്ടോട് കൂടിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മുറിച്ച് ഒന്നെടുക്കണം. ഒരുപാട് വലിയ ഇതളുകളാക്കിയിട്ട് മുറിക്കേണ്ട, വല്ലാണ്ട് ചെറിയ ഇതളുകളും ആക്കണ്ട. ഒരു മീഡിയം സൈസിലുള്ള വലിപ്പം പോലെ നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഇനി നമുക്ക് എല്ലാനും മുറിച്ചതിന് ശേഷം നമുക്ക് ഇത് ചൂടുവെള്ളത്തിൽ ഒരു 2 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് ഞാൻ കഴുകുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കഴുകിയെടുത്തിട്ടുള്ള കോളിഫ്ലവറാണ്, അതായത് വിനെഗറിലും മഞ്ഞൾപ്പൊടിയിലും മുക്കി വെച്ചിട്ട് കഴുകിയെടുത്തിട്ടുള്ളതായത് കൊണ്ട് മുറിച്ചതിന് ശേഷം പിന്നെ കഴുകുന്നില്ല. ഇനി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ വെള്ളം തിളച്ച് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കിപ്പോൾ ഇവിടെ മുറിച്ച് വെച്ചേക്കണ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാടിട്ട് തിളപ്പിച്ച് വേവിക്കണമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് ഈ വെള്ളം നല്ലപോലെ തിളച്ച് പൊന്തി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് 2 മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിതൊരു ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നാലേ നമുക്കിത് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബോയിൽ ചെയ്യാണ്ടും നമുക്ക് വേണമെങ്കിൽ പച്ചയോട് കൂടി തന്നെ കോളിഫ്ലവർ നമുക്ക് മുക്കി പൊരിച്ചൂടെയെന്ന് ചിന്തിക്കാൻ പറ്റും. കാരണം നമുക്ക് വെജിറ്റബിളാണ്, വേഗം വെവുന്നതാണ്. പക്ഷെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് മസാലകളൊക്കെ തേച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ശരിയായ രീതിയിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വെള്ളമൊക്കെ തിളച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് സ്റ്റവിൽ നിന്ന് മാറ്റി വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ചൂടാറുന്നതോടു കൂടി തന്നെ നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കടലമാവ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് കടലമാവിലേക്ക് നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ 1/2 കപ്പാണ് കടലപ്പൊടി എടുക്കണതെന്ന് വെച്ചാൽ നിങ്ങൾ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫുള്ള് കോളിഫ്ലവർ എടുത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. ചേർത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂണ് കായം പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂണ് കായം പൗഡറും 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി. ഈ മുളക് പൊടി നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ കോളിഫ്ലവർ വേവിച്ചപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ചേർക്കണം. ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ. അപ്പോൾ കോളിഫ്ലവറിന് ഒരു നേരിയ ഉപ്പ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് മാവിൽക്കുള്ള ഉപ്പ് മാത്രം മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഡാപ്പൊടി കുറച്ചിട്ടിട്ടുള്ളൂ, ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ സോഡാപ്പൊടി വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത്. പിന്നെ 1 കപ്പ് കടലപ്പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം കലക്കിയെടുക്കാനായിട്ട് 3/4 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വരും. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കലക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 കപ്പ് കടലപ്പൊടിയാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു 3/4 കപ്പ് വെള്ളം തയ്യാറാക്കി വെക്കുക. എന്നിട്ട് വെള്ളം നമ്മളിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ കലക്കിയെടുക്കുക. ഒന്നാകെ വെള്ളം 3/4 കപ്പ് ഫസ്റ്റ് തന്നെ ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ട പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കട്ടല്ലാണ്ട് കലക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കലക്കിയെടുക്കാൻ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കലക്കിയെടുക്കുമ്പോൾ അധികം ലൂസായിട്ടും അധികം കട്ടി കൂടിയിട്ടും കലക്കിയെടുക്കാൻ പാടില്ല. നമ്മൾ കോളിഫ്ലവർ നമ്മൾ ഇതിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മാവ് പിടിക്കണ വിധത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് കലക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കട്ടില്ലേ, അതേപോലെ നമ്മൾ കലക്കിയെടുക്കണം.
അതിനുശേഷം നമ്മൾ കലക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ വേവിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവർ നമ്മൾ ഫുള്ള് ഇതിലിട്ട് കൊടുക്കുകയാണ്. വേവിച്ച് വെച്ചേക്കണമെന്ന് പറയാൻ പറ്റില്ല, നമ്മളൊന്ന് 2 മിനിറ്റ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോളിഫ്ലവർ മുഴുവൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പൊരിക്കാൻ നേരത്ത് ഓരോന്ന് നമ്മൾ മുക്കിയെടുത്തിട്ടും നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒന്നാകെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ, എന്നിട്ട് ഉടയാണ്ട് നമ്മളൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് അപ്പം തന്നെ പൊരിച്ചെടുക്കാം, നമ്മൾ വെക്കൊന്നും വേണ്ട. നമ്മളപ്പോൾ ഒരു പാന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ ഒന്നൊന്നായിട്ട് യോജിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്, വിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടും എല്ലാവരും കൂടി ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ അതുകൊണ്ട് പൊരിച്ചെടുക്കുന്നത്, ഒന്നാകെ ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോളിഫ്ലവർ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം നല്ലപോലെ കുറയ്ക്കുന്നുണ്ട്. നല്ലപോലെ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒരു സൈഡ് നമുക്കൊന്ന് മുരിഞ്ഞു എന്ന് കണ്ടാൽ നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമ്മൾ നല്ല ക്രിസ്പി ആവണ വരെ നമ്മളിത് പൊരിച്ച് കോരിയെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് കോളിഫ്ലവറൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉള്ളിൽ വെന്ത് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 സൈഡും മൊരിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിമിൽ നിന്നും കോരി മാറ്റിയെടുക്കുക. ഇത് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ അടുത്ത ബാച്ചും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഈ ഓയിലൊന്നും അധികം കച്ചറയാവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിലൊന്നും മാറ്റി കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ എടുക്കാം. എന്തായാലും വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന ടേസ്റ്റ് ഒന്നും നമുക്ക് വേറെ ഏത് ഓയിലിൽ പൊരിച്ചാലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ സൺഫ്ലവർ ഓയിലിലാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിപ്പോൾ ഇവിടെ അടുത്ത ബാച്ചും കൂടിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അടുത്ത ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒന്നൊന്നായിട്ട് യോജിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്. ഒന്നാകെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊരിച്ച് കോരിയെടുക്കുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ബാച്ചും കോരിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഓയിൽ കളയുന്നില്ല കേട്ടോ. ഈ ഓയിലിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലും മുളകൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൊരിയിച്ചിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഓയിലിൽ തന്നെ ആണ് ഞാനത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും നമ്മൾ പൊരിച്ച് കോരിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഓയിലിലേക്ക് കുറച്ച് ഉണക്കമുളക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഉണക്കമുളക് എടുത്തിട്ടുള്ളൂ. നമുക്ക് എത്ര കോളിഫ്ലവറാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉണക്കമുളക് പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ 2ൻ്റെയും തണ്ട് കളയാണ്ട് തന്നെ ഒരു 4 പച്ചമുളകും 4 ഉണക്കമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ മുളക് ഇതുപോലെ തണ്ട് കളയാണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഓയിൽ നല്ലപോലെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ മൂടി തുറന്നിട്ട് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കണ്ണിൽക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ആ മുളകും കറിവേപ്പിലയും ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ക്രിസ്പി കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതേപോലെ തന്നെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനും പുതിയ വീഡിയോകൾ കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.